വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. CMRL-ന് കരിമണൽ ഖനന കരാർ ലഭിക്കാൻ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടുവെന്ന് മാത്യു കുഴൽനാടൻ MLA. CMRL-ന് അനുകൂലമായി വ്യവസായ നയ ഉത്തരവിൽ സർക്കാർ മാറ്റം വരുത്തി. മുഖ്യമന്ത്രി CMRL-ന് ചെയ്തു കൊടുത്ത സേവനങ്ങൾക്കാണ് വീണ വിജയന് മാസപ്പടി ലഭിച്ചത്. മാസപ്പടി കേസിൽ യഥാർത്ഥ കുറ്റക്കാരൻ മുഖ്യമന്ത്രിയാണെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. കരിമണൽ ഖനന കരാർ ലഭിക്കാൻ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് പിന്നാലെ മകൾ വീണയുടെ അക്കൗണ്ടിലേക്ക് CMRL പണം നൽകിയെന്നും മാത്യു കുഴൽനാടൻ ആരോപിച്ചു. മാധ്യമങ്ങളും സമൂഹവും മുഴുവൻ പ്രതികൂട്ടിൽ നിർത്തിയിരിക്കുന്നത് വീണ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളെയാണ്. ഐ വുഡ് ബെഗ് ടു ഡിഫർ ഓൺ ദാറ്റ് പോയിന്റ്. ഐ വുഡ് സേ ആക്ച്വലി ഇതിലെ കൾപ്രിറ്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഹിംസെൽഫാണ്, മുഖ്യമന്ത്രി തന്നെയാണ്. MG പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, വ്യവസായ നയം CMRL-ന് അനുകൂലമാകാൻ വേണ്ടി മുഖ്യമന്ത്രി ഇടപെട്ടു. ആ സഹായങ്ങൾക്കൊക്കെ, ആ ഉപകാരങ്ങൾക്കൊക്കെയുള്ള പ്രത്യുപകാരമാണ് ഈ മാസപ്പടി. വീണയ്ക്ക് ലഭിച്ച മാസപ്പടി എന്ന ഗുരുതരമായ ആരോപണം മാത്യു കുഴൽനാടൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഒപ്പം തന്നെ ഈ വിഷയം സഭയിൽ ഉന്നയിക്കാൻ അനുവദിക്കാതിരുന്ന സ്പീക്കറുടെ നിലപാട്, മുഖ്യമന്ത്രിക്ക് സംരക്ഷണമൊരുക്കാൻ സ്പീക്കർ ശ്രമിച്ചു എന്ന വിമർശനം. മാത്യു കുഴൽനാടൻ്റെ വാർത്താസമ്മേളനത്തിൽ ഇന്ന് കേട്ടത് എന്താണ് പ്രതീഷ്? റീജിത്ത്, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ SFIO അന്വേഷണമടക്കം നടക്കുന്ന ഘട്ടത്തിലാണ് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് തെളിയിക്കുന്ന, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണം മാത്യു കുഴൽനാടൻ MLA ഉന്നയിക്കുന്നത്. വീണ വിജയന് മാസപ്പടി ലഭിക്കാനുള്ള കാരണം CMRL-ന് മുഖ്യമന്ത്രി ചെയ്തു കൊടുത്ത സേവനങ്ങളും ഇളവുകളും അനുകൂല നിലപാടുകളുമാണ് എന്നതാണ് പ്രധാനമായും മാത്യു കുഴൽനാടൻ MLA ഇന്ന് ആരോപിച്ച കാര്യം. 2004-ലാണ് UDF സർക്കാരിന്റെ കാലത്ത് CMRL-ന് ആദ്യമായി കരാർ ലഭിക്കുന്നത്. കരിമണൽ ഖനനത്തിനായി 4 കരാറുകളാണ് ലഭിച്ചിരുന്നത്. എന്നാൽ ചില കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് 10 ദിവസത്തിനുള്ളിൽ തന്നെ ഈ കരാർ റദ്ദാക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് ഈ കരാർ തിരിച്ചുപിടിക്കുന്നതിന് വലിയ പരിശ്രമങ്ങൾ CMRL-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. പിന്നീട് വന്ന UDF സർക്കാരും LDF സർക്കാരും അടക്കം ഇതിനെതിരായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. പക്ഷേ 2016-ൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരം ഏറ്റെടുത്തതോടുകൂടി CMRL-ന് അനുകൂലമായ ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നതാണ് മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നത്. മുഖ്യമന്ത്രി അധികാരമേറ്റ 6 മാസത്തിനുള്ളിൽ തന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിത്തുടങ്ങി. വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് മാസാമാസം 5 ലക്ഷം രൂപയും എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്ക് മറ്റ് തുകയും എത്തിയെന്ന് മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നുണ്ട്. ഇതിൽ ഈ കരാർ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പല രീതിയിലും ഇടപെട്ടു. വ്യവസായ നയ ഉത്തരവുകളിലടക്കം ചില തിരുത്തലുകൾ വരുത്തി എന്നതാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. കാരണം വ്യവസായ നയം സംബന്ധിച്ച ഇറക്കിയ ഉത്തരവിൽ ഈ ഇംഗ്ലീഷ് ഉത്തരവിലും മലയാളം ഉത്തരവിലും തമ്മിൽ വ്യത്യാസമുണ്ട്. ചില പരാമർശങ്ങൾ CMRL-ന് അനുകൂലമാണ് എന്നും മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ പിന്നീട് ഈ കരാർ റദ്ദാക്കിയതിനു ശേഷം ഹൈക്കോടതിയിലും ഒപ്പം സുപ്രീം കോടതിയിലും അടക്കം CMRL പോയിരുന്നു. അന്ന് സുപ്രീം കോടതി വിധി പ്രകാരം ഈ കരാർ റദ്ദാക്കിക്കൊണ്ട് ഈ ഒരു വിജ്ഞാപനം ഇറക്കി ഈ പാട്ടത്തിന് നൽകിയ സ്ഥലം സർക്കാരിലേക്ക് തിരിച്ചു പിടിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുമായിരുന്നു. പക്ഷേ ഇതൊന്നും ചെയ്യാതെ ഈ ഫയൽ വച്ച് താമസിപ്പിച്ചുകൊണ്ട് ആ ഫയലിന് ജീവൻ വയ്പ്പിക്കുന്ന ഒരു രീതിയാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. മാത്രമല്ല, മറ്റൊരു വകുപ്പിന്റെ ഫയൽ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചു വരുത്തി പരിശോധിക്കുകയും അതിൽ പുനഃപരിശോധന നടത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിന് പിന്നിൽ പ്രത്യേക ഉദ്ദേശമുണ്ട് എന്നതാണ് മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് കൃത്യമായി മുഖ്യമന്ത്രി മറുപടി പറയണം. പിണറായി വിജയൻ ആർജവമുണ്ടെങ്കിൽ തന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയണം എന്നതാണ് പ്രധാനമായും മാത്യു കുഴൽനാടൻ ഇന്ന് നടത്തിയ വെല്ലുവിളി. മാത്രമല്ല, ഈ കാര്യം കഴിഞ്ഞ ദിവസം സഭയിൽ ഉന്നയിക്കാനാണ് മാത്യു കുഴൽനാടൻ തീരുമാനിച്ചത്. പക്ഷേ സ്പീക്കർ ഇടപെട്ട് അക്കാര്യം തടയുകയായിരുന്നു. അതിൽ സ്പീക്കർക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് മാത്യു കുഴൽനാടൻ ഇന്ന് നടത്തിയത്. ജനാധിപത്യം കശാപ്പ് ചെയ്യുന്ന ഒരു നടപടിയാണ് സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. താൻ നിയമസഭയിൽ ഈ ആരോപണം ഉന്നയിച്ചാൽ അതിന് കൃത്യമായി മുഖ്യമന്ത്രി മറുപടി പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ അതിന് മുഖ്യമന്ത്രിക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് സ്പീക്കർ ഇടപെട്ട് തനിക്ക് അനുമതി നിഷേധിച്ചതും എന്നും മാത്യു പറയുന്നുണ്ട്. ഏതായാലും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഫയലിൽ ഉൾപ്പെടെ ഇടപെട്ടതിന്റെ രേഖകളടക്കം മാത്യു കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ മുഖ്യമന്ത്രിയുടെയും ഒപ്പം വ്യവസായ വകുപ്പിന്റെയും അടക്കം നിലപാടുകൾ ഏറെ നിർണായകമായിരിക്കും. എന്തായാലും നേരത്തെ പ്രതിപക്ഷ നേതാവ് അടക്കം ഇക്കാര്യത്തിൽ സമാനമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ കേസിൽ മുഖ്യമന്ത്രിയാണ് യഥാർത്ഥ കുറ്റവാളി എന്ന് നേരത്തെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ തെളിവുകൾ നിരത്തിക്കൊണ്ട് മാസപ്പടി വിവാദത്തിൽ യഥാർത്ഥ കുറ്റവാളി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ആരോപണവുമായി മറ്റൊരു വകുപ്പിലെ ഫയലുകൾ പരിശോധിക്കണമെങ്കിൽ, മുഖ്യമന്ത്രി പരിശോധിക്കണമെങ്കിൽ അതിനൊക്കെ തക്കതായ കാരണങ്ങൾ വേണ്ടേ എന്നുള്ള കാര്യമൊക്കെ മാത്യു കുഴൽനാടൻ
കുഴൽനാടൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സർക്കാർ മറുവശത്ത് ഇതിൽ പ്രതിരോധം തീർക്കുന്നത് എങ്ങനെയാണ്? നേരത്തെ സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ച പ്രതിരോധം അധികം ഈ വിഷയങ്ങളിൽ മറുപടി പറയേണ്ടതില്ല എന്ന് സ്വീകരിച്ചൊരു നിലപാട് മുമ്പിലുണ്ട്. അതിനിടയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്ന പശ്ചാത്തലം, കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം നടക്കുന്ന പശ്ചാത്തലം, സഭ നടക്കുന്ന പശ്ചാത്തലം, ഇതിനൊക്കെ ഇടയിൽ ഈ വിവാദത്തിൽ പുറത്തുവരുന്ന കൂടുതൽ ആരോപണങ്ങളിൽ സർക്കാർ തീർക്കുന്ന പ്രതിരോധം എങ്ങനെയാണ് പ്രതീക്ഷ? റിജിത്ത്, നേരത്തെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ ആദ്യ ഘട്ടത്തിൽ തന്നെ വലിയ പ്രതിരോധമാണ് CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. കാരണം ഇത് ഒരു കേവലം രാഷ്ട്രീയപരമായ ആരോപണമാണ്, രാഷ്ട്രീയപരമായ വേട്ടയാണ് നടക്കുന്നത് എന്നുള്ളൊരു പ്രതിരോധമാണ് CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ എക്സാലോജിക്കിനെതിരെ ഒപ്പം അന്വേഷണം വരുന്നു. അതിന് പിന്നാലെ SFIO അന്വേഷണം വന്നതോടുകൂടിയാണ് നിയമപരമായി കൂടി ഇതിനെ നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏത് അന്വേഷണവും നടക്കട്ടെ എന്നുള്ളൊരു നിലപാട് പാർട്ടി ഈ ഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതേസമയം നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട മാത്യു കുഴൽനാടൻ നിയമസഭയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെ മകളെ ടാർഗറ്റ് ചെയ്തുള്ള ആരോപണങ്ങൾ പറയുമ്പോഴും വലിയ തരത്തിലുള്ള ഒരു പ്രതിരോധം, ഒരു ഏറ്റുമുട്ടൽ അടക്കം നിയമസഭയിൽ നടന്നിരുന്നു. മാത്യു കുഴൽനാടനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നിയമസഭയിൽ നടത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ കൂടി മാത്യു കുഴൽനാടൻ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഈ ആരോപണങ്ങൾ ഏതു തരത്തിൽ സർക്കാർ പ്രതിരോധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട്, വകുപ്പുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ ഉയർന്നിരിക്കുന്ന ഒരു ആരോപണങ്ങളാണ്. ഫയലിൽ മുഖ്യമന്ത്രി ഇടപെട്ടു, മറ്റൊരു വകുപ്പിലെ ഫയൽ വിളിച്ചു വരുത്തി അത് റിവ്യൂ ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ വകുപ്പുകൾ, ഉദ്യോഗസ്ഥരടക്കം ഒരു മറുപടി പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിൽ സർക്കാർ, വ്യവസായ വകുപ്പ് ഏത് തരത്തിൽ പ്രതിരോധം തീർക്കുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഇതിൽ മുഖ്യമന്ത്രിയുടെ മറുപടിക്കായി കാത്തിരിക്കുന്നു എന്നതാണ് മാത്യു കുഴൽനാടൻ MLA പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ഈ വ്യവസായ വകുപ്പ് അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞിട്ടുണ്ട്. ഇനി CPM ഇത്തരത്തിൽ ഏത് പ്രതിരോധം തീർക്കും? ഒപ്പം ഈ അന്വേഷണം നടക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയെയും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് പ്രതിപക്ഷം തന്നെ രംഗത്ത് വന്നിരിക്കുന്നത്. അതിലുള്ള ഒരു പ്രതിരോധം, ഒപ്പം അതൊരു രാഷ്ട്രീയ ഒരു പകപോക്കലാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സാങ്കേതികപരമായോ അത്തരത്തിൽ ഭരണപരമായോ അതിനെ പ്രതിരോധിക്കാനോ ന്യായീകരിക്കാനോ സർക്കാരിന് കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ മറുപടിക്ക് വേണ്ടിയാണ് ഇനി പ്രതിപക്ഷവും ഒപ്പം ഈ ആരോപണം കേട്ടവരും കാത്തിരിക്കുന്നത്. ശരി, MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. CMRL-ന് കരിമണൽ ഖനന കരാർ ലഭിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു, അതിന് തെളിവുകളുണ്ട് എന്നാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. ആരോപണങ്ങൾ മുഖ്യമന്ത്രിയിലേക്ക് ശക്തമായി നീട്ടുന്നു മാത്യു കുഴൽനാടൻ. MG പ്രതീഷ് അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു. കർഷക മാർച്ചുമായി ബന്ധപ്പെട്ട് പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ ശംഭുവിൽ വൻ സംഘർഷം. പോലീസും കർഷകരും തമ്മിൽ ഏറ്റുമുട്ടി. വയലുകൾ വഴി അതിർത്തി മുറിച്ചു കടക്കാനാണ് കർഷകരുടെ ശ്രമം. കർഷകർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. സ്ഥാപിച്ച കോൺക്രീറ്റ് ബാരിക്കേഡുകൾ കർഷകർ ട്രാക്ടർ ഉപയോഗിച്ച് തള്ളിമാറ്റി. കർഷകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടിയൊപ്പം തന്നെ നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ബൽറാമിലേക്കാണ്. ബൽറാം, ഈ കർഷകരുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? വലിയ ക്രമീകരണങ്ങൾ പോലീസ്, അർദ്ധസൈനിക വിഭാഗമൊക്കെ ഒരുക്കിയിരിക്കുന്ന പശ്ചാത്തലം, ചിലയിടങ്ങളിൽ അത് സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യം, ഇതൊക്കെ നമ്മൾ കണ്ടു. പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ബൽറാം? റിജിത്ത്, ഈ കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ ഉള്ള നടപടികൾ എന്നുള്ളത് പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയിലാണ്. ഈ ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി ഹരിയാന സർക്കാരിന്റെ നിയന്ത്രണങ്ങൾക്കെതിരെ സമർപ്പിച്ചിരുന്നു. ഈ ഹർജി പരിഗണിച്ച കോടതി ഹരിയാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ തന്നെ ഉന്നയിച്ചിരിക്കുകയാണ്. ഈ റോഡുകൾ അടച്ച വിഷയം സംബന്ധിച്ചാണ്, എന്തുകൊണ്ട് ഇത്തരത്തിൽ റോഡുകൾ, അതിർത്തി റോഡുകൾ അടച്ചു എന്നാണ് പഞ്ചാബ് ഹരിയാന സംസ്ഥാനത്തോട് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കർഷകർക്ക് ഹരിയാനയിലൂടെ സഞ്ചരിക്കാൻ അവകാശമുണ്ട് എന്നും അത് തടയാനാകില്ല എന്നുമാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ മറ്റ് ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നതും മുൻകാലങ്ങളിലുള്ള കർഷക സമരവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചത് എന്നാണ് ഹരിയാന സർക്കാർ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. അതേസമയം കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ പൂർണ്ണമായും ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ്. ക്രമസമാധാന നില എന്നുള്ളത് സംസ്ഥാന വിഷയമാണ് എന്നും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കേന്ദ്രത്തിനൊന്നും ചെയ്യാനില്ല എന്നുമാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. പ്രശ്നപരിഹാരത്തിനായി
ചർച്ച നടത്താൻ കർഷകരുമായി തങ്ങൾ തയ്യാറാണ് എന്നും ചണ്ഡീഗഡിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുമാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതേസമയം പഞ്ചാബ് സർക്കാർ ആകട്ടെ കർഷകർ മറ്റുള്ളവരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് റോഡിൽ പ്രതിഷേധിക്കുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കർഷക സമരം സംബന്ധിച്ച് പഞ്ചാബിന് ആശങ്കയില്ല എന്നും വ്യക്തമാക്കിയിരിക്കുന്നു. കൂടാതെ ഡൽഹിയിലേക്കാണ് ഈ മാർച്ച് നീങ്ങുന്നത് എന്നതുകൊണ്ട് തന്നെ ഡൽഹി സർക്കാരിനെ കക്ഷി ചേർക്കണമെന്നും പഞ്ചാബ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഹർജി ഇപ്പോഴും തുടരുകയാണ്. ഹരിയാന സർക്കാരിന് എതിരെ കടുത്ത വിമർശനങ്ങൾ തന്നെ കോടതിയിൽ നിന്നും റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തിയതിലും ഒപ്പം തന്നെ ഇത്തരത്തിൽ ഇന്റർനെറ്റ് നിരോധനം അടക്കമുള്ള നടപടികൾക്കും എതിരായി ഉയർന്നിരിക്കുന്നു. അതേസമയം ശംഭു അതിർത്തിയിൽ വലിയ സംഘർഷ രംഗങ്ങളാണ് ഇന്ന് ഉണ്ടായത്. കർഷകരെ തടയാൻ കണ്ണീർ വാതക ഷെല്ലുകൾ പലതവണ പോലീസ് പ്രയോഗിച്ചു. ഡ്രോണുകൾ ഉപയോഗിച്ചടക്കം കണ്ണീർ വാതക ഷെല്ലുകൾ ദൂര സ്ഥലങ്ങളിൽ നിലയുറപ്പിച്ച കർഷകർക്ക് നേരെ പോലീസ് പ്രയോഗിച്ചു. പോലീസ് റോഡുകൾ അടച്ചതിനെ തുടർന്ന് കർഷകർ ഇതിന്റെ വശങ്ങളിലൂടെയും ബാരിക്കേഡിന്റെ വശങ്ങളിലൂടെയും ഒപ്പം ഈ കൃഷിഭൂമിയിലൂടെയും വയലുകളിലൂടെയും അതിർത്തി മുറിച്ച് കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് ഇത്തരത്തിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് കണ്ണീർ വാതക ഷെല്ലുകൾ പ്രയോഗിച്ചത്. വലിയ തോതിലുള്ള പോലീസ് വിന്യാസം തന്നെ ഈ മേഖലയിൽ ആകെയുണ്ട്. പോലീസും കർഷകരും തമ്മിൽ പലതവണ ഏറ്റുമുട്ടി. പോലീസിനും പോലീസിന്റെ ഡ്രോണിനും നേരെ കർഷകർ കല്ലെറിഞ്ഞു. നിരവധി കർഷകരെ ഈ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഏതാണ്ട് 10,000-ഓളം കർഷകർ നിലവിൽ ശംഭു അതിർത്തിയിലുണ്ട് എന്നാണ് കർഷക സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു. നിതിൻ അംബുജൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ ഇപ്പോൾ ഏത് മേഖലയിലാണ് നിൽക്കുന്നത്? ഈ സമരത്തെ തടയാനുള്ള ശ്രമം ദിവസങ്ങൾക്ക് മുമ്പേ പോലീസ് തുടങ്ങിയതാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ക്രമീകരണങ്ങളും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഘർഷവും ഒക്കെ കർഷകർ നേരത്തെ മുൻകൂട്ടി കണ്ടിട്ടുള്ളതാണ്. അതിനെയൊക്കെ മറികടന്ന് കർഷകർ ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്? വിവരങ്ങൾ എന്താണ് നിതിൻ അംബുജൻ? റിജിത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് സിംഗു അതിർത്തിയിലാണ്. സിംഗു അതിർത്തിയിൽ കർഷകർ ഡൽഹിയിലേക്ക് കടക്കാൻ ശ്രമിച്ചാൽ അതിനുവേണ്ട നടപടികൾ തടയാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതാണ്, കണ്ടെയ്നർ കൊണ്ട് റോഡിൽ കർഷകരുടെ നീക്കം തടയാനുള്ളൊരു ശ്രമം ഇവിടെ നടന്നു വരുന്നുണ്ട്. മാത്രമല്ല കോൺക്രീറ്റ് ബാരിക്കേഡിൽ തീർത്തും ബാരിക്കേഡുകൾ മുകളിൽ മുള്ളുവേലി തീർത്തുമെല്ലാം തന്നെ പോലീസിന്റെ ഭാഗത്തും നടപടികൾ തുടരുന്നു. മാത്രമല്ല മുള്ളുകമ്പികൾ തീർത്ത് സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു നടപടികളാണ് പ്രധാനമായും സിംഗു അതിർത്തി. സിംഗു കൂടാതെ ഗാസിപൂർ, തിക്രി അടക്കമുള്ള അതിർത്തികളിൽ സമാനം തന്നെയാണ് അവസ്ഥ. ഞാനീ നിൽക്കുന്ന സിംഗു ബോർഡിൽ നിന്ന് ഏതാണ്ട് 214 കിലോമീറ്റർ അകലെയാണ് ശംഭു അതിർത്തി. അവിടെ വെച്ചാണ് ഇപ്പോൾ പോലീസും കർഷകരും തമ്മിൽ ശക്തമായ ഒരു ഏറ്റുമുട്ടൽ തുടരുന്നത്. നേരത്തെ തന്നെ, അതായത് ഏതാണ്ട് മണിക്കൂറുകളോളം സംഘർഷം അവിടെ തുടരുന്നുണ്ട്. കർഷകർ പല വഴി ഡൽഹിയിലേക്ക് കടക്കാനുള്ള ശ്രമം നടന്നു വരികയാണ്. നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരം ഹരിയാനയിലെ കുരുക്ഷേത്രയിലും സമാനമായി തന്നെ പോലീസിന്റെ പ്രതിസന്ധികളെല്ലാം തന്നെ മറികടന്ന് കർഷകർ ഡൽഹിയിലേക്ക് കടക്കാനുള്ള ശ്രമം നടന്നു വരികയാണ്. അവിടെ പോലീസിന്റെ ബാരിക്കേഡുകൾ കർഷകരെല്ലാം തന്നെ നീക്കം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസം മുൻപ് തന്നെ സിംഗു അതിർത്തിയിൽ ഇത്തരം സാധനങ്ങൾ ബാരിക്കേഡുകളെല്ലാം തന്നെ ഇവിടെ സ്ഥാപിക്കാനുള്ള നടപടികൾ തുടരുന്നു. അതുകൊണ്ട് അതെല്ലാം മറികടന്ന് മുന്നോട്ട് പോകാനുള്ള നീക്കം തന്നെയാണ് കർഷകരുടെ ഭാഗത്തും സ്വീകരിച്ചു വരിക. സ്വാഭാവികമായിട്ടും ഈ ട്രാക്ടറിലെല്ലാം തന്നെ ബാരിക്കേഡുകൾ നീക്കം ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിക്കൊണ്ടാണ് കർഷകർ ഡൽഹി ചലോ മാർച്ച് ആരംഭിച്ചത്. രാവിലെ 10 മണിക്ക് പഞ്ചാബിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ശംഭു അതിർത്തിയിൽ വെച്ച് പോലീസുമായി ഏറ്റുമുട്ടൽ നടക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും ഹരിയാന അടക്കമുള്ള വിവിധ മേഖലകളിൽ നിന്ന് ഈ ഡൽഹി ചലോ മാർച്ചിലേക്ക് കർഷകർ എത്തുകയായിരുന്നു ചെയ്തത്. ഇപ്പോൾ ഹരിയാനയിലെ കുരുക്ഷേത്രത്തിലാണ് ഇപ്പോൾ കർഷകരും പോലീസും തമ്മിൽ ഒരു സംഘർഷം നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹരിയാനയിലെ ഏതാണ്ട് 114 കമ്പനി സേനകളെ വിന്യസിച്ചുകൊണ്ടാണ് കർഷക സമരത്തെ പോലീസ് നേരിടുന്നത്. ഏതാണ്ട് 50ഓളം പോലീസ് സേനകളെ പലയിടങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട്. ഏതാണ്ട് 7 ജില്ലകൾ, കർണാൽ, കുരുക്ഷേത്ര, പാനിപ്പത്ത് അടക്കമുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ സമാനമായി തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതെല്ലാം മറികടന്നാൽ മാത്രമേ കർഷകർക്ക് ഈ സിംഗു അതിർത്തിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ സിംഗു അതിർത്തിയിലെത്തി കർഷകർ സംഘടനകൾ ഇനി ഡൽഹിയിലേക്ക് പോകുമോ, അതല്ല സിംഗുവിൽ തന്നെ ക്യാമ്പ് ചെയ്യുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനിയുള്ള മണിക്കൂറുകൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും സിംഗു അതിർത്തി ഡൽഹി ലക്ഷ്യം വെച്ചുള്ള കർഷക സമരം ഇപ്പോഴും തുടരുകയാണ്. വിവിധ സംസ്ഥാനങ്ങളിലുള്ള കർഷക സംഘടനകളുടെ മാർച്ച് ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. ശംഭുവിലും അതോടൊപ്പം തന്നെ കുരുക്ഷേത്രയിലുമാണ് ഇപ്പോൾ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. ശരി, നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. രാജ്യതല സ്ഥാനം ലക്ഷ്യമിട്ടുള്ള കർഷകരുടെ പ്രതിഷേധം, അതിനെ തടയാനുള്ള ശ്രമം ഊർജിതമായി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. പോലീസ് സ്ഥാപിച്ച കോൺക്രീറ്റ് ബാരിക്കേഡുകൾ കർഷകർ ട്രാക്ടർ ഉപയോഗിച്ച് തള്ളിമാറ്റുന്നത് നമ്മൾ കണ്ടു. വലിയ രീതിയിലുള്ള പ്രതിഷേധം, ചിലയിടങ്ങളിൽ അത് സംഘർഷത്തിലേക്ക് വഴിമാറുന്നതും നേരത്തെ മണിക്കൂറുകളിൽ കണ്ടിരുന്നു. നിതിൻ അംബുജനും ബൽറാം നെടുങ്ങാടിയുമാണ് വിവരങ്ങൾ നൽകിയത്.
സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്ര സംസ്ഥാന ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്നു. നാളെ കേന്ദ്രവുമായി ചർച്ച നടത്തുമെന്ന് കേരളത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കപിൽ സിബൽ സുപ്രീം കോടതിയെ അറിയിച്ചു. കോടതി മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിന് പരിഗണന നൽകുമെന്ന് അറ്റോർണി ജനറൽ വ്യക്തമാക്കി. ഹർജി അടുത്ത ചൊവ്വാഴ്ച പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. ആർ അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. അച്യുതൻ, വിവരങ്ങൾ എന്താണ്? നേരത്തെ കേന്ദ്രവും കേരളവും ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് പരസ്പരം പഴിചാരിക്കൊണ്ട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സുപ്രീം കോടതി ചർച്ചയൊരു ശുഭപ്രതീക്ഷയോടുകൂടി കാണുന്നു. വിവരങ്ങൾ എന്താണ് അച്യുതൻ? അരിജിത്ത്, കേരളത്തിന്റെ സ്യൂട്ട് ഹർജിയിൽ നിന്ന് വാദം തുടങ്ങുമ്പോൾ ഈ സാമ്പത്തിക രംഗത്തെ പല ആശങ്കകൾ കേരളത്തിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതി ഈ ചർച്ചകളുടെ സാധ്യത മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ കപിൽ സിബൽ ഒരു താല്പര്യം അറിയിച്ചിരുന്നു. അതായത് കേരളത്തിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, ഈ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കപിൽ സിബൽ അറിയിച്ചു. തുടർന്ന് AGയും അത്തരമൊരു സമ്മതമാണ് അറിയിച്ചത്. തുടർന്ന് 2 മണിക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ ചോദിച്ച് കോടതി മനസ്സിലാക്കിയത്. അതിൽ പ്രധാനമായും കപിൽ സിബൽ ചൂണ്ടിക്കാട്ടിയത് നാളെ പ്രതിനിധി സംഘം ഡൽഹിയിലേക്ക് എത്തും, തുടർന്ന് ചർച്ചകൾ നടത്തുമെന്നുള്ള കാര്യം അറിയിച്ചു. സുപ്രീം കോടതി മുന്നോട്ട് വെച്ച നിർദ്ദേശം പരിഗണിക്കുന്നുവെന്നായിരുന്നു അറ്റോർണി ജനറൽ അറിയിച്ചത്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലേക്ക് കടക്കും. എന്തായാലും ചർച്ചകളിലൂടെ ഒരു പരിഹാരം കാണുവാനാണ് ഇപ്പോൾ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ശ്രമിക്കുന്നത്. കാരണം രാവിലെ സുപ്രീം കോടതി പ്രകടിപ്പിച്ച ആശങ്ക ഈ ധനനയവുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നതിൽ ചില പരിമിതികളുണ്ട്. ഒപ്പം തന്നെ ഒരു സംസ്ഥാനത്തിന് വേണ്ടി മാത്രം തീരുമാനമെടുക്കുവാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു സൗഹൃദപരമായ ചർച്ചകളിലൂടെ ഇത് പരിഹരിക്കണമെന്നൊരു നിർദ്ദേശമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതും തുടർന്നാണ് ഇത്തരം സാധ്യതകളിലേക്ക് കടക്കുന്നത്. എന്തായാലും ഇനി ഹർജി പരിഗണിക്കാൻ വെള്ളിയാഴ്ച കപിൽ സിബൽ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും തിങ്കളാഴ്ച പരിഗണിക്കാമെന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച പരിഗണിക്കുമ്പോൾ ഈ ചർച്ചകളുടെ ഫലപ്രദമായ ചർച്ചകൾ ഉണ്ടാകണമെന്ന് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചർച്ചകളുടെ വിശദമായിട്ടുള്ള നിരീക്ഷണങ്ങളും സുപ്രീം കോടതി പരിശോധിച്ചു കൊണ്ടായിരിക്കും ഈ കേസിൽ ഒരു തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. നേരത്തെ വിശദമായ റിപ്പോർട്ട് കേന്ദ്രവും ധനകാര്യ മന്ത്രാലയവും കേരളത്തിന് പഴിചാരി നൽകിയിരുന്നു. കേരളം അതിനെ എതിർത്തും സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിനും ഒടുവിൽ ഇപ്പോൾ ചർച്ചകളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആ ചർച്ചകൾക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. റീജിത്ത്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. മാനന്തവാടിയിലെ ആളക്കൊല്ലിക്കാട്ടാന ബേലൂർ മഖിനെ പിടികൂടാനുള്ള ദൗത്യം അനിശ്ചിതത്വത്തിൽ. ആന RRT സംഘത്തിന്റെ ദൗത്യപരിധിയിൽ നിന്ന് മാറി. മണ്ണുണ്ടിക്കും ഇരുമ്പ് പാലത്തിനും ഇടയിലുള്ള വനമേഖലയിലാണ് ആനയുള്ളത്. ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം തുടരുകയാണ്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി മണ്ണുണ്ടി കോളനിയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. ബേലൂർ, ബാവലി, ചേലൂർ പ്രദേശങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വന്യജീവി സംഘർഷത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് വയനാട്ടിലെ കർഷക സംഘടനകൾ ഹർത്താൽ ആചരിക്കുകയാണ്. സുർജിത്ത് അയ്യപ്പത്തും അരുൺ പാറയ്ക്കലും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം സുർജിത്തിലേക്കാണ്. സുർജിത്ത്, ദൗത്യം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? സമയം അവസാനിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. ഇന്ന് ഈ ആനയെ മുഖാമുഖം കാണാത്തൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഡ്രോണിലും ഒപ്പം തന്നെ റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ ആനയെ കണ്ടെത്തിയ സ്ഥലത്തേക്ക് കുങ്കിയാനകളെ അയച്ചിട്ടുണ്ട്. കുങ്കിയാനകളെ അയച്ച് അതിന്റെ ആ സ്ഥലപരിധിയിൽ നിന്ന് അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ആനയെ പുറത്തു ചാടിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ദൗത്യസംഘത്തിന് മുന്നിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഇവിടുത്തെ ഭൂമിശാസ്ത്രമാണ്. അത് വലിയ അളവിൽ ഈ കൊങ്ങിണി എന്ന് പറയുന്ന മരത്തിന്റെ അപ്പമരത്തിന്റെ കാടാണ്. ആ വലിയ 2 ആൾ പൊക്കത്തിൽ 3 ആൾ പൊക്കത്തിലൊക്കെ ഈ കാട് പടർന്നു പിടിച്ചിരിക്കുന്ന സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലേക്ക് എത്തിപ്പെടുന്നത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയെ തരണം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ വനംവകുപ്പ് RRT സംഘം അതിനടുത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ അനുഭവമല്ല ഇന്ന്. പക്ഷേ ആന ഈ 4 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ഡ്രോൺ പറത്തിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 4 കുങ്കിയാനകളെയും കയറ്റിക്കൊണ്ട് ഈ ആനയെ പുറത്തു ചാടിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് ദൗത്യം ദുഷ്കരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. നാളെ വീണ്ടും ദൗത്യം പുനരാരംഭിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിയുണ്ട്. ഈ കാലാവസ്ഥ മങ്ങുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. സ്വാഭാവികമായും അത് ഒരു പ്രതിസന്ധിയായി തന്നെ വനംവകുപ്പിന്റെ മുമ്പിലായി നിലകൊള്ളുകയാണ്. എന്തായാലും ദൗത്യം തുടരുന്നുണ്ട്. ഇന്ന് 6 മണി വരെയും ഇത് തുടരും. അതിനപ്പുറം ഒരുപക്ഷെ നാളത്തേക്ക് വീണ്ടും ദൗത്യം പുനരാരംഭിക്കേണ്ടി വരും എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. ആളക്കൊല്ലിക്കാട്ടാന ബേലൂർ മഖിനെ പിടികൂടാനുള്ള ശ്രമം, അതിൽ ഒരുപാട് പ്രതിസന്ധികൾ ഇപ്പോൾ രൂപപ്പെടുകയാണ്. അതിനെ മറികടക്കാനുള്ള ശ്രമം ദൗത്യസംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ ദൗത്യവും വിജയം കാണാനുള്ള സാധ്യതയില്ല എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ദൗത്യം നാളെയും തുടരാനാണ് ദൗത്യസംഘത്തിൻ്റെ നീക്കം.
തൃപ്പൂണിത്തുറ ചൂരക്കാട്ടെ പടക്ക സംഭരണശാലയിലെ സ്ഫോടനത്തിൽ ജില്ലാ കളക്ടർ മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ചു. സബ് കളക്ടർ കെ മീരയ്ക്കാണ് അന്വേഷണ ചുമതല. സബ് കളക്ടർ ഇന്ന് തന്നെ സ്ഥലം സന്ദർശിക്കും. സ്ഫോടനത്തെ തുടർന്നുണ്ടായ ആഘാതത്തിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യം പുറത്തുവന്നു. സമീപത്തെ കാർഷിക ബാങ്കിൽ നിന്നുള്ള ദൃശ്യമാണ് 24-ന് കിട്ടിയത്. രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനത്തിന്റെ നടുക്കത്തിൽ നിന്ന് പ്രദേശവാസികൾ മോചിതരായിട്ടില്ല. നഷ്ടപരിഹാരത്തിനായി 285 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തുടർ നടപടികളിൽ യോജിച്ച് പ്രവർത്തിക്കാൻ നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഇതിന്റെ അന്വേഷണ പുരോഗതി അതെങ്ങനെയാണ്? തുടർന്നുള്ള അന്വേഷണം ഏത് തരത്തിലാണ് ആലോചിക്കുന്നത്? മജിസ്റ്റീരിയൽ അന്വേഷണം കൂടി പ്രഖ്യാപിച്ച സാഹചര്യമുണ്ട്. അത് ഏത് രീതിയിലായിരിക്കും? ഒപ്പം തന്നെ ഈ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള നഷ്ടപരിഹാരത്തിനുള്ള നാട്ടുകാരുടെ ആവശ്യം, അതിനു വേണ്ടിയിട്ടുള്ള അവരുടെ ശ്രമം, അതിനോടുള്ള അധികൃതരുടെ സമീപനം, വിവരങ്ങൾ എന്താണ് വിഷ്ണു? രജിത്ത്, പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഇന്നലെ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നരഹത്യയാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പേർ കൂടി പിടിയിലാകാനുണ്ട്. ഇവർ ദേവസ്വം, ഈ പുതിയകാവ് ദേവസ്വത്തിന്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളാണ് പിടിയിലാകാനുള്ളത്. നേരിട്ടെത്തി കീഴടങ്ങാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ, ഈ റിമാൻഡ് ചെയ്ത ആളുകളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. അതോടൊപ്പമാണ് നിലവിൽ മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ജില്ലാ കളക്ടർ. സബ് കളക്ടർ കെ മീരക്കാണ് അതിന്റെ ചുമതല. ഏത് സാഹചര്യത്തിലാണ് ഈ പെട്ടെന്നുണ്ടായ സ്ഫോടനം സംഭവിച്ചത്, അതോടൊപ്പം തന്നെ അനധികൃതമായി പടക്കം സൂക്ഷിച്ചതിനുള്ള കൂടുതൽ തെളിവുകൾ കണ്ടെത്തുക, അത്തരം കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. സ്വാഭാവിക നടപടിയാണ്. ഇത്തരത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മജിസ്റ്റീരിയൽ അന്വേഷണം നേരത്തെ കുസാറ്റ് അപകട വേളയിലെല്ലാം ഉണ്ടായിരുന്നു. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നലെ 285 പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തതെങ്കിൽ ഇന്ന് വൈകിട്ടത്തേക്ക് എത്തുമ്പോൾ അത് 300 കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഈ ആളുകൾക്ക് അവരുടെ വീടുമായി ബന്ധപ്പെട്ട് ചില്ലുകൾ പൊട്ടിയതും അതോടൊപ്പം ജനലുകൾ അല്ലെങ്കിൽ അത്തരം വാതിലുകൾ നഷ്ടപ്പെട്ടതും വീടിടിഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക വിവരങ്ങൾ റവന്യൂ ഓഫീസർമാരെ ധരിപ്പിക്കാം. അതിനുശേഷം എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ ഈ വീട്ടിലെത്തി പരിശോധന നടത്തും. അവരായിരിക്കും നഷ്ടം വിലയിരുത്തുക. നഷ്ടത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവർക്ക് തുക കൈമാറുക. ഒരുപക്ഷെ 1 മാസത്തിനുള്ളിൽ തന്നെ ഇവർക്ക് എല്ലാവർക്കും തന്നെ തുക കൈമാറാനാകും. ദുരിതാശ്വാസ നിധിയിൽ ഉൾപ്പെടുത്തിയായിരിക്കും തുക കൈമാറുക. 1 മാസത്തിനുള്ളിൽ നടപടി പൂർത്തിയാക്കും എന്നുള്ളതാണ് നിലവിൽ തൃപ്പൂണിത്തുറ ചെയർപേഴ്സൺ വ്യക്തമാക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം പ്രാപ്യമാകും അത് വേണ്ട എന്നുള്ള കാര്യത്തിൽ ഒരു ചോദ്യചിഹ്നം അവിടെ നിൽക്കുന്നുണ്ട്. എന്നാലും നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട്. ഒരു വിദഗ്ധ സംഘം ഈ സംഭവ സ്ഥലം പരിശോധിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അത് ഈ സ്ഫോടനത്തിന്റെ കാരണം കണ്ടെത്താനാണ്. ഇന്നലെ ഫയർഫോഴ്സ് വ്യക്തമാക്കിയത് വണ്ടിയിൽ നിന്നുള്ള ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം ഒരുപക്ഷേ ഇത്തരത്തിലുള്ള ഒരു തീപിടുത്തത്തിന് കാരണമായതെന്നാണ്. എന്നാൽ അതൊരു സ്ഥിരീകരണത്തിലേക്ക് ഫയർഫോഴ്സും എത്തിയിട്ടില്ല. ഇന്ന് ഫയർഫോഴ്സ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനധികൃതമായി അല്ലെങ്കിൽ അലക്ഷ്യമായി ഈ വെടിമരുന്ന് സൂക്ഷിച്ചു എന്നുള്ളതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ഇത്തരം സംഭവങ്ങൾ തുടർച്ചയാവുന്നു. മരടും പുറ്റിങ്ങലും എല്ലാം നമുക്ക് മുൻപിലുണ്ട്. അത്തരം ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും ഇത്തരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള അപകടങ്ങൾ തുടർച്ചയാവുന്നതിന് കൃത്യമായ നടപടികൾ സ്വീകരിക്കാത്തത് കൊണ്ടാണ് എന്നുള്ളൊരു നിഗമനത്തിലാണ് ഫയർഫോഴ്സ് ഉള്ളത്. വ്യക്തമായ കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലേക്ക്, ഈ പുതിയാവ് അപകടവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലേക്ക് കടക്കുകയാണ് അടുത്ത പടി. റിജിത്ത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. തൃപ്പൂണിത്തുറയിൽ സ്ഫോടനത്തിന് കാരണമായ വെടിമരുന്ന് സൂക്ഷിച്ചത് നിയമവിരുദ്ധമായെന്ന് ഫയർഫോഴ്സ് കണ്ടെത്തൽ. ഫയർഫോഴ്സ് ഡയറക്ടർ ജനറൽ കെ പത്മകുമാർ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. കേസിൽ പിടിയിലായ 4 പ്രതികളെ റിമാൻഡ് ചെയ്തു. ചികിത്സയിലുള്ള 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. അലക്ഷ്യമായി വെടിമരുന്ന് കൈകാര്യം ചെയ്തത് സ്ഫോടനത്തിന് വഴിവെച്ചെന്നാണ് കണ്ടെത്തൽ. എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം കുറ്റക്കാർക്കെതിരെ നടപടി കർശനമാക്കണമെന്നും ഫയർഫോഴ്സ് ശുപാർശ ചെയ്തു. പൊട്ടിത്തെറിയുടെ കാരണം തേടി വിദഗ്ധ സംഘം സംഭവസ്ഥലത്ത് പരിശോധന നടത്തും. മരടും പുറ്റിങ്ങലുമെല്ലാം ഉദാഹരണമായി നിൽക്കുന്നുണ്ട്. അപ്പോഴും വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഇതിന് ഉത്തരം പറയേണ്ടത് ആരാണ്? കൃത്യമായ സുരക്ഷാ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നാണ് ഈ അപകടങ്ങൾ, ഏറ്റവും ഒടുവിലത്തെ അപകടം പോലും സൂചിപ്പിക്കുന്നത്. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്ത കേസിൽ 4 പേരെ റിമാൻഡ് ചെയ്തു. പുതിയകാവ് ക്ഷേത്രം ഭരണസമിതി സെക്രട്ടറി ഉൾപ്പെടെ 2 പേർ കൂടി പിടിയിലാകാനുണ്ട്. ഇവർ ഉടൻ കീഴടങ്ങുമെന്നാണ് സൂചന. അപകടത്തിൽ 2 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. പരിക്കേറ്റ 25 പേരിൽ 3 പേർ മെഡിക്കൽ കോളേജിലും 4 പേർ താലൂക്ക് ആശുപത്രിയിലും ചികിത്സയിലുണ്ട്. ബാക്കിയുള്ളവർ വീട്ടിലേക്ക് മടങ്ങി. 24 കൊച്ചി.
ദുരന്തത്തിൽ നിന്ന് എങ്ങനെ കരകയറുമെന്നറിയാതെ അങ്കലാപ്പിലാണ് തൃപ്പൂണിത്തുറ ചൂരക്കാട്ട് 280ഓളം കുടുംബങ്ങൾ. പലരും ആശുപത്രികളിൽ നിന്ന് മടങ്ങിയെത്തുന്നത് തകർന്നടിഞ്ഞ വീടുകളിലേക്കാണ്. ശ്വാസം മുട്ടലും ചുമയും ശമിക്കാതെ ഭൂരിപക്ഷവും രണ്ടാം ദിവസവും ചികിത്സയിലാണ്. ഇതാണ് ദുരന്തബാക്കി. ഈ ജനലുകളിനി അടയ്ക്കാനാവില്ല. ഈ വാതിലുകളും. മഴയും വെയിലും തടയാൻ മേൽക്കൂര പോയവരും നിരവധി. കണ്ടുനിൽക്കെ ഭിത്തിയും മേൽക്കൂരയും ഇപ്പോഴും പൊളിഞ്ഞു വീഴുന്നുണ്ട്. ഉള്ളതൊക്കെ സ്വരുക്കൂട്ടിയും വായ്പയെടുത്തുമുണ്ടാക്കിയ വീടുകളാണ്. വെള്ളത്തിന്റെയും വൈദ്യുതിയുടെയും വിതരണം ഇനിയും പുനരാരംഭിച്ചിട്ടില്ല. നിലയ്ക്കാത്ത ചുമയും ശ്വാസം മുട്ടലുമായി പലരും ഇപ്പോഴും ആശുപത്രികളിലാണ്. പക്ഷെ നമുക്കുണ്ടാവുമ്പോഴാണ് നമുക്ക് അതിന്റെ വേദന അറിയുന്നത്. 20 വീടിന് അപകടം പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വളരെ ചെറുതായിട്ട് പറഞ്ഞു. ഇവിടെ ഇന്നത്തെ പേപ്പറിൽ കൊടുത്തിട്ടുണ്ട് 200ന് മുകളിൽ വീടുകൾക്ക് അപകടം പറ്റിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഒരു 500 മീറ്ററിന്റെ ഉള്ളിലുള്ള എല്ലാ വീടുകൾക്കും എല്ലാ ബിൽഡിങ്ങുകൾക്കും അപകടം പറ്റിയിട്ടുണ്ട്. ഉത്സവത്തിന്റെ ആവേശം ഒരൊറ്റ നിമിഷം കൊണ്ടാണ് കണ്ണുനീരായി മാറിയത്. ഡ്രൈവറും ഒക്കെ നിന്നൊരു അരമണിക്കൂറോളം കഴിഞ്ഞ് 10-10 ആകുമ്പോഴാണ് ഈ സ്ഫോടനം നടക്കുന്നത്. പുറത്ത് രണ്ടുപേര് ടെറിച്ച് തീരുമ്പോൾ ഈ മതിലിന്റെ പറ്റൊക്കെ വന്നു. ഒരു വയസ്സായ ആള് ചോര കുളിച്ചിരിപ്പുണ്ടായിരുന്നു. ഒരുത്തൻ എണീറ്റിട്ട് ഞാൻ മരിക്കേ എന്നും പറഞ്ഞിട്ട് കിടന്ന് അലറി വിളിക്കണേ. പരുക്കേറ്റ ഓമനാമ്മയും കുടുംബവും ഒരൽപ്പം ആശ്വാസത്തിന്റെ വാക്കുകൾ കൂടി പറയുകയാണ്. ആ ഗേറ്റിന്റെ ഓപ്പോസിറ്റ് റോട്ടിൽ തന്നെ എത്തുമ്പോഴാണ് അപ്പുറത്ത് ഈ പൊട്ടൽ കേൾക്കലും മറിഞ്ഞു വീഴലും. നീ ആകെ 1 മിനിറ്റ് കൊണ്ടെല്ലാം കഴിഞ്ഞു. ഇവിടെ കത്ത് പിടിച്ച് ഇങ്ങനെ ചുരുട്ടി പിടിച്ച് പോളിസ്റ്ററായിരുന്നു. ചുരുട്ടി പിടിച്ച കാരണം ഇവിടെ ഇത്ര മാത്രം കുറച്ചേ പൊള്ളിയിട്ടുള്ളൂ. സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെയാണ് അവശിഷ്ടങ്ങൾ മാറ്റുന്നത്. പക്ഷേ ദുരന്തം ബാക്കി വെച്ച ഈ വീടുകളിലെ ജീവിതം ഇനിയൊരിക്കലും പഴയതുപോലെയാകില്ല. ഒരൊറ്റ നിമിഷം കൊണ്ട് വലിയൊരു ദുരന്തത്തിന് സാക്ഷികളായവർ. വീടുകളൊന്നും വാസയോഗ്യമല്ല. ഈ കാണുന്നതാണ് പലരുടെയും വീടുകളുടെ അവസ്ഥ. സർക്കാർ അടിയന്തരമായി നഷ്ടപരിഹാര തുക നൽകണമെന്നത് തന്നെയാണ് ആവശ്യം. തൃപ്പൂണിത്തുറയിലെ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ക്യാമറാമാൻ രാഹുൽ VS-നൊപ്പം വിനീത VG 24. കിഫ്ബി മസാല ബോണ്ട് കേസിൽ ED സമൻസ് സ്റ്റേ ചെയ്യണമെന്ന മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. നിരവധി തവണ സമൻസ് നൽകിയിട്ടും എന്തുകൊണ്ട് ഹാജരാകുന്നില്ലെന്ന് തോമസ് ഐസക്കിനോട് ഹൈക്കോടതി ചോദിച്ചു. ചോദ്യം ചെയ്യുമ്പോൾ ED മര്യാദ വിട്ട് പെരുമാറില്ലെന്ന് ഉറപ്പാക്കാമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി. ഹാജരാകാൻ തോമസ് ഐസക് കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഹർജി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. അജീഷ്, നേരത്തെയും ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഈ സമൻസിനെ ഭയമെന്തിന്, അന്വേഷണവുമായി സഹകരിക്കേണ്ടേ എന്നുള്ള ചോദ്യം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉയർന്നതാണ്. ഇപ്പോൾ ED സമൻസ് സ്റ്റേ ചെയ്യണമെന്നുള്ള ആവശ്യം കോടതി തള്ളുകയാണ്. കോടതി വ്യക്തമാക്കിയത് എന്താണ് അജീഷ്? റീജിത്ത്, മസാല ബോണ്ട് കേസ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അതായത് സമ്മൻസ് EDയുടെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ED അയച്ച സമ്മൻസ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുൻ ധനമന്ത്രി തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിച്ചത്. പലതവണ ഈ കേസ് പരിഗണിച്ചപ്പോഴും കോടതി സൂചിപ്പിച്ചത് EDയെ ഭയക്കുന്നതെന്തിന്, പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിക്കൂടെ എന്ന് മുമ്പും ചോദിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് വീണ്ടും ഈ കേസ് പരിഗണിച്ച സമയത്ത് കോടതി തോമസ് ഐസക്കിനോട് ചോദിച്ചത് ഹാജരായി മൊഴി നൽകുന്നതിൽ എന്താണ് പ്രശ്നമെന്ന്. എന്നാൽ തോമസ് ഐസക്കിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചത് ഈ EDക്ക് ഈ കേസ് അന്വേഷിക്കാനുള്ള അധികാര പരിധി ഇല്ല എന്നും ഉപദ്രവം ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ലെന്നും തോമസ് ഐസക്കിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ വാദിച്ചു. എന്നാൽ കോടതി തിരിച്ചു ചോദിച്ചത് ഉപദ്രവം ഉണ്ടാകില്ലെന്ന് ഉറപ്പിക്കാമെന്നായിരുന്നു. മാത്രമല്ല ചോദ്യം ചെയ്യൽ വീഡിയോയിൽ പകർത്താമെന്നും EDയും സത്യവാങ്മൂലം നൽകുകയുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ തോമസ് ഐസക് വാദിച്ചത് ഈ സമൻസിന് ഹാജരാകാനുള്ള സാവകാശം വേണമെന്നും ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ഒരു ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഈ ഹർജി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. കിഫ്ബിയും ഈ ഒരു സമൻസിൽ പങ്കുചേർന്നുകൊണ്ട് കിഫ്ബിയും ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു. ഈ രണ്ട് ഹർജികളും വെള്ളിയാഴ്ച ഇനി കോടതി ഒരുമിച്ച് പരിഗണിക്കും. തിരുവനന്തപുരം കിളിമാനൂരിലെ യുവാവിന്റെ മരണത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ. ഒരാഴ്ച മുമ്പ് അടൂരിൽ ജോലിക്ക് പോയ സുരേഷ് വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. ജോലി ചെയ്ത പണവും ബാഗും വസ്ത്രവും മൊബൈൽ ഫോണും കണ്ടെത്താനായില്ല എന്നും ബന്ധുക്കൾ പറയുന്നു. ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചവരെ നാട്ടുകാരിൽ ചിലർ തടഞ്ഞുവെന്നും
മരിക്കുന്നതിന് മുമ്പ് സുരേഷിനൊപ്പം ഉണ്ടായിരുന്ന യുവാവിനെ സംശയമെന്നും ബന്ധുക്കളുടെ പരാതി. സൂര്യാതപമേറ്റ് നിർജ്ജലീകരണം സംഭവിച്ചാണ് സുരേഷിന്റെ മരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പരാതിയിൽ കിളിമാനൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, എന്താണ് ബന്ധുക്കൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്? ഇതിൽ നടക്കുന്ന അന്വേഷണം എങ്ങനെയാണ്? അതായത് റീജിത്ത, ഈ യുവാവിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ബന്ധുക്കൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ആ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കാരണം ഇയാൾ ജോലിക്ക് പോയി, അതിനുശേഷം ഒരാഴ്ചയോളം ജോലി ചെയ്തിരുന്നു, ഒരു അടൂരിൽ ഒരു ജോലി ചെയ്തിരുന്നു. ഈ ജോലി ചെയ്തതിനു ശേഷം ലഭിച്ച പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ബോഡിയോടൊപ്പം ലഭിച്ചിട്ടില്ല. അപ്പം വസ്ത്രവും മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണാനില്ല എന്ന ബന്ധുക്കൾ കിളിമാനൂർ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. ഒപ്പം ഇദ്ദേഹത്തിനൊപ്പം ആ സമയത്തുണ്ടായിരുന്ന ഒരു സുഹൃത്തിനെ സംശയമുണ്ടെന്നും ഈ ബന്ധുക്കൾ പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം ഈ അപകടം നടന്ന ഘട്ടത്തിൽ നാട്ടുകാരിൽ ചിലർ ജീവൻ രക്ഷിക്കുന്ന ആളുകളെ തടഞ്ഞുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. സൂര്യാതാപമേറ്റ് നിർജ്ജലീകരണം സംഭവിച്ചാണ് സുരേഷിന്റെ മരണം എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പക്ഷേ ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്, കൃത്യമായ ഒരു അന്വേഷണം വേണമെന്ന് കാണിച്ചാണ് നിലവിൽ ബന്ധുക്കൾ ഇപ്പോൾ കിളിമാനൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതി സ്വീകരിച്ച പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച FIR ഉൾപ്പെടെ കൂടുതൽ വകുപ്പുകൾ ചേർത്ത പോലീസ് തുടരന്വേഷണം നടത്താനാണ് സാധ്യത. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കിളിമാനൂർ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയം പോലീസ് ഗൗരവകരമായാണ് എടുക്കുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നേരെ തിരിച്ചാണ്, സൂര്യാതാപമേറ്റ് നിർജ്ജലീകരണം സംഭവിച്ചാണ് മരണം എന്നാണ് പറയുന്നത്. പക്ഷേ ബന്ധുക്കൾ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്താനാണ് കിളിമാനൂർ പോലീസിന്റെ തീരുമാനം. ശരി, AV ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. തിരുവനന്തപുരം നെടുമങ്ങാട് പുരയിടത്തിന് തീപിടിച്ചു. നഗരസഭ 12-ാം വാർഡിൽ തത്തൻകോട് ഹക്കീമിന്റെ 2 ഏക്കർ പുരയിടത്തിലെ കാടിനാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, എന്താണ് സംഭവിച്ചത്? അലക്സ്, രജിത, ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. നെടുമങ്ങാടാണ്. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി പരിധിയിലെ 12-ാം വാർഡിൽ തത്തൻകോട് എന്ന പ്രദേശമാണ്. അവിടെ ഹക്കീമിന്റെ ഉടമസ്ഥതയിലുള്ള 2 ഏക്കർ പുരയിടത്തിനാണ് തീപിടിച്ചത്. കൃഷി ഉണ്ടായിരുന്നില്ല, കാട് പിടിച്ച നിലയിലായിരുന്നു ആ പുരയിടം. അവിടെയാണ് തീപിടിച്ചത്. നെടുമങ്ങാട് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി, 2 യൂണിറ്റ് എത്തി തീ അണച്ചു. മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. സമീപത്ത് വീടുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും തീ അണയ്ക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് വേനൽക്കാലമാണ്. കടുത്ത ചൂട് പലയിടത്തും അനുഭവപ്പെടുന്നുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ തീപിടുത്തത്തിനുള്ള സാധ്യത മുൻകൂട്ടി ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ പല മേഖലകളിലും തീപിടുത്തത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനാൽ കർശനമായ ജാഗ്രത ഈ ഘട്ടത്തിൽ തുടരണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരി, അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇനി മാർക്കറ്റ് വ്യൂവിന്റെ സമയമാണ്. മാർക്കറ്റ് വ്യൂവുമായി പ്രേക്ഷകർക്കൊപ്പം സൂര്യശ്രീ. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബില്ലിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ച് ഇന്ത്യൻ ഓഹരി വിപണി. നിഫ്റ്റി 21,700 മുകളിലും സെൻസെക്സ് 482 പോയിന്റ് ഉയർന്ന 71,555 വ്യാപാരം അവസാനിപ്പിച്ചു. പിന്തുണച്ച് ബാങ്കിംഗ് ഓഹരികൾ. IRFC, ഹിൻഡൽകോ ഓഹരികളിൽ മികച്ച പ്രകടനം. നെക്സോൺ, ടിയാഗോ എന്നീ ഇലക്ട്രിക് വാഹനങ്ങളുടെ വില കുറച്ച് ടാറ്റ മോട്ടോഴ്സ്. കാറുകളുടെ വില 1.2 ലക്ഷം രൂപ വരെ കുറച്ചു. തീരുമാനം കുറഞ്ഞ ബാറ്ററി വിലയുടെ നേട്ടങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിന്റെ ഭാഗമായെന്ന് കമ്പനി. വിപണി മൂലധനത്തിൽ 20 ലക്ഷം കോടി രൂപ കവിയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനിയായി റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് 2% നേട്ടത്തോടെ BSEയിൽ 2,957 രൂപ എന്ന റെക്കോർഡ് ഉയരത്തിലെത്തി. ഈ വർഷം ഇതുവരെ ഓഹരിയിലുണ്ടായത് 14% വർധന. ഫോൺ ചോർത്തൽ കേസിൽ NSEയുടെ സെറ്റിൽമെന്റ് ഹർജി തള്ളി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. എക്സ്ചേഞ്ചിനെതിരെ ഒരു റെഗുലേറ്ററി ഓർഡർ പാസാക്കും. നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്നുറപ്പിച്ച് സെബി. ഇന്ത്യയും US-ഉം തമ്മിലുള്ള തത്സമയ പേയ്മെന്റ് ലിങ്ക് സ്ഥാപിക്കാൻ ഒരുങ്ങി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ US ബാങ്കുകളുമായി ചർച്ച നടത്തും. സംരംഭത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് അതിർത്തി കടന്നുള്ള പണമിടപാടുകളിൽ NPCIയുടെ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്താൻ.
ഇനി മാർക്കറ്റ് അനാലിസിസ് ആണ്. വിപണികളെല്ലാം തന്നെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അനുകൂലമായ മാക്രോ ഇക്കണോമിക് ഡേറ്റയുടെ പിൻബലത്തിൽ വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇന്ന് വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. ബാങ്കിംഗ് ഓഹരികളിൽ 1% നേട്ടമാണ് ഉണ്ടായത്. ലോഹം ഒഴികെയുള്ള മറ്റു മേഖലകളിലെല്ലാം തന്നെ വലിയൊരു വളർച്ചയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് ഒരു ഓഹരി വാങ്ങലിന്റെ ദിനം എന്ന് തന്നെ പറയാം. നമ്മൾ ഇന്നലെ കണ്ടതാണ് വലിയൊരു വിൽപ്പന സമ്മർദ്ദമാണ് ഇന്നലെ വിപണിയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസത്തിലേക്ക് വരികയാണെങ്കിൽ വലിയൊരു ഓഹരി വാങ്ങലിന്റെ ദിനം എന്ന് തന്നെ പറയാം. പോസിറ്റീവ് മോഡിലാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ വ്യാപാരം അവസാനിച്ചിരിക്കുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചിക നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റിയുടെ സൂചികകളെല്ലാം തന്നെ ഗ്രീൻ സിഗ്നലിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റി 50 127 പോയിന്റ് നേട്ടത്തിൽ 21,743 പോയിന്റിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്സ്, നിഫ്റ്റി സ്മോൾ ക്യാപ് സൂചികളിലും നേരിയൊരു നേട്ടമുണ്ടായി. പക്ഷേ നിഫ്റ്റി സൂചികളിൽ ഏറ്റവും കൂടുതൽ ഒരു പോസിറ്റീവ് ട്രിഗറിലേക്ക് എത്തിയത് നിഫ്റ്റി ബാങ്ക് ആണ്. നിഫ്റ്റി ബാങ്കിൽ 620 പോയിന്റ് നേട്ടത്തിൽ 45,502 പോയിന്റിലാണ് വ്യാപാരം അവസാനിച്ചത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിൽ അതുപോലെ തന്നെ വളരെ ഒരു മികച്ച നേട്ടമാണ് ഉണ്ടായത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് വരികയാണെങ്കിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 400 പോയിന്റ് നേട്ടത്തിൽ 71,555 പോയിന്റിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. വളരെ വലിയ ഒരു പിന്തുണ അല്ലെങ്കിൽ മാക്രോ എക്കണോമിക് ഡേറ്റകളുടെ വലിയൊരു പിൻബലത്തിലാണ് ഇന്ന് ഓഹരി വിപണിയിൽ വലിയൊരു ആത്മവിശ്വാസം പ്രകടമായത്. ഇനി US, UK എന്നീ രാജ്യങ്ങളുടെയൊക്കെ തന്നെ പണപ്പെരുപ്പ കണക്കുകളും ത്രൈമാസ പ്രകടനങ്ങളും ഒക്കെ തന്നെ പുറത്തു വരാനിരിക്കുകയാണ് കമ്പനികളുടെ. അതൊക്കെ തന്നെ വരും ദിവസം വിപണിയെ സ്വാധീനിച്ചേക്കാം. അതിൻ്റെ ഒരു പിൻബലത്തിൽ ഇന്ന് വളരെയധികം പോസിറ്റീവ് ഇതിൽ ഒരു ഗ്രീൻ സിഗ്നലിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ്. DPFSന്റെ മാനേജിംഗ് ഡയറക്ടറായ പ്രിൻസ് ജോർജ് ആണ് നമുക്കൊപ്പം അതിഥിയായി എത്തുന്നത്. ഗുഡ് ഈവനിങ് ശ്രീ പ്രിൻസ് ജോർജ്. വിപണി വലിയൊരു പോസിറ്റീവ് മോഡിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. മാക്രോ ഡേറ്റകളൊക്കെ തന്നെ വരാനിരിക്കുന്നു. അതിൻ്റെ ഒരു പിൻബലത്തിലാണ് വിപണിയിൽ ഈ ആത്മവിശ്വാസം. ഇതൊരു ഷോർട്ട് ടൈം അല്ലെങ്കിൽ ഒരു ലോങ് ടൈമിലേക്ക് തുടരുമോ? ഗുഡ് ഈവനിങ് ശ്രീ. ഇന്നലത്തെ ഒരു ട്രെൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ് ഇന്നുണ്ടായത്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് മാർക്കറ്റിൽ ഇപ്പം താങ്കൾ സൂചിപ്പിച്ച പോലെ വലിയ തോതിലുള്ള റാലിയൊക്കെ ഉണ്ടായി. മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. എങ്കിലും ഇന്നലെ താഴേക്ക് പോയ സ്റ്റോക്കുകളിൽ കാര്യമായിട്ടുള്ള റിക്കവറി ഉണ്ടായില്ല. ഇന്നലെ PSU സ്റ്റോക്കുകൾ, പ്രത്യേകിച്ചും ഈ കസ്റ്റമേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ സ്റ്റോക്കുകളാണ് ഇന്നലെ താഴേക്ക് പോയത്. 10%, 12% ഒക്കെ. അവയൊന്നും റിക്കവർ ചെയ്തില്ല. പകരം A ഗ്രൂപ്പിലുള്ള പ്രത്യേകിച്ചും ബാങ്കിങ് ഓഹരികൾ, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക് പോലെയുള്ള ഓഹരികളും റിലയൻസും അടക്കമുള്ള ഹെവി വെയ്റ്റ്സ് ആണ് ഇന്ന് മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഇത് ഒരു ഷോർട്ട് കവറിങ്ങിൻ്റെ ഒരു ആസ്പെക്റ്റും ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ MSCI ഇൻഡെക്സിലെ ഇന്ത്യക്ക് ഒരു ഹയർ വെയിറ്റേജ് കിട്ടിയതും ഒരു കാരണമാണ്. ഈ ICICIയുടെയും ആക്സിസിൻ്റെയും ഒക്കെ കാര്യത്തിൽ വേറൊരു റീസൺ പറഞ്ഞു കേൾക്കുന്നത്, ഈ പേടിഎം ബാങ്കിനെ സംബന്ധിച്ചുള്ള ഒരു റെഗുലേറ്ററി ആക്ഷൻ നിലനിൽക്കുന്നതുകൊണ്ട് അവിടുത്തെ കസ്റ്റമേഴ്സ് എല്ലാവരും പേടിഎം ബാങ്കിൻ്റെ പേയ്മെൻറ്റ് സൊല്യൂഷൻസ് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് ICICI ആക്സിസ് പോലെയുള്ള ബാങ്കുകളിലേക്ക് ലാർജ് സ്കെയിലായിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ന്യൂസുകളുമുണ്ട്. എന്തായാലും ഈ ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നു ഇന്ന്. ഏതായാലും മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി മുന്നോട്ട് ഇത് എങ്ങനെ പോകും എന്നുള്ളൊരു ക്വസ്റ്റ്യനകത്ത് മിക്കവാറും ഇതൊരു ഷോർട്ട് കവറിംഗ് റാലി ആണെങ്കിൽ നാളെ കൊണ്ട് അത് ഫിസിൽ ഔട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ 21,800, 21,850 ലെവലിന് അപ്പുറത്തേക്ക് ഇത് മുന്നോട്ട് പോകാനുള്ള ചാൻസ് ഇല്ല. 22,000 കടന്നു പോകത്തക്ക രീതിയിലുള്ള ന്യൂസുകളുമില്ല. ഇപ്പോൾ ഫെബ്രുവരി മാസം പകുതിയായി, ഇനിയിപ്പോൾ മാർച്ച് പകുതി വരെ പ്രത്യേകിച്ച് ന്യൂസുകളൊന്നും വരുന്നില്ല. മാക്രോ ഡേറ്റയെ പറ്റി പറഞ്ഞു. ഇന്നലെ വന്ന ഇൻഫ്ലേഷൻ ഡേറ്റ പോസിറ്റീവായിരുന്നു. US ഡേറ്റ ഒക്കെ വരുമ്പോൾ ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് ഉണ്ടാകാം. വലിയ റാലി നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. മറ്റൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ കൂടെ നമുക്ക് ഡീൽ ചെയ്യാനുണ്ട്. അത് ഈ ഫാർമേഴ്സിൻ്റെ ഒരു സ്ട്രൈക്കാണ്. ഡൽഹിയിലേക്ക് ഫാർമേഴ്സ് മാർച്ച് ചെയ്യുന്നത് അമിക്കബിളായിട്ട് സെറ്റിൽ ആകുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റിനെ അത് ബാധിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നന്ദി ശ്രീ പ്രിൻസ് ജോർജ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി എത്തിയത്. എന്തായാലും വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ന് വിപണിയിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി ഫെഡറൽ റിസർവ് നയമടക്കമുള്ള മാക്രോ ഡേറ്റകൾ പുറത്തു വരാനിരിക്കുന്നു. പണപ്പെരുപ്പ കണക്കുമായി ബന്ധപ്പെട്ട് പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താൻ സാധ്യതയുണ്ടോ എന്നതെല്ലാം നിർണായകമാണ്. ഏതായാലും ശുഭവാർത്തയിൽ നാളെ വിപണി തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് നിക്ഷേപകർ. മാർക്കറ്റ് വ്യൂവിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി ഇടവേള. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. കർഷകർക്ക് പിന്തുണയുമായി രാഹുൽ ഗാന്ധി. സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ പ്രകാരം താങ്ങുവിലയിൽ നിയമപരമായ ഉറപ്പ് നൽകാൻ കോൺഗ്രസ് തീരുമാനിച്ചു. ഇന്നൊരു ചരിത്ര ദിനമാണ്. 15 കോടി കർഷക കുടുംബങ്ങളുടെ ജീവിതത്തെ ഇത് മാറ്റിമറിക്കുമെന്നും നീതിയുടെ പാതയിൽ കോൺഗ്രസിന്റെ ആദ്യ ഉറപ്പാണിതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, വിവരങ്ങൾ എന്താണ്? റിജിത്ത്, കർഷക പ്രക്ഷോഭം ആരംഭിച്ച ഘട്ടത്തിലാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി
കർഷകരുടെ ഈ പ്രതിഷേധത്തിന്റെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായ MSP നടപ്പാക്കും കോൺഗ്രസ് എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇന്ന് ഒരു ചരിത്ര ദിനം എന്നാണ് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചിരിക്കുന്നത്. സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്തതനുസരിച്ച് MSP നിയമപരമായ ഉറപ്പ് നൽകാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് കാർഷിക വിളകൾക്ക് ഉൽപാദന ചെലവിന്റെ പകുതി ഉൾപ്പെടെ ലാഭം നൽകുന്ന തരത്തിൽ മിനിമം താങ്ങുവില ഉറപ്പാക്കുക എന്നുള്ളതാണ് കമ്മീഷന്റെ ശുപാർശ. അത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ നടപ്പാക്കും, നിയമപരമായി അതിനായി നിയമം നിർമ്മിക്കും എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഉറപ്പ്. ഇതിന്റെ ഗുണഭോക്താക്കൾ 15 കോടിയോളം കർഷക കുടുംബങ്ങൾ ഉണ്ട് എന്നും നീതിയുടെ പാതയിലുള്ള കോൺഗ്രസിന്റെ ആദ്യ ഉറപ്പാണ് ഇത് എന്നുമാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത് MSP നടപ്പാക്കണം എന്നതടക്കമുള്ള 9 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകർ ഇന്ന് ഡൽഹി ചലോ പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാന ആവശ്യമായ MSP സംബന്ധിച്ച് ഇതുവരെയും കേന്ദ്ര സർക്കാരുമായി നടത്തിയ 2 ചർച്ചകളിലും തീരുമാനം ആയിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ MSP നിയമം നടപ്പാക്കും എന്ന ഉറപ്പ് രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നത്. റെജിത്ത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കണ്ണൂർ കൊട്ടിയൂരിൽ നിന്ന് പിടികൂടിയ കടുവയെ ഉടൻ തുറന്നുവിടില്ല. വനത്തിൽ തുറന്നുവിടാനുള്ള ആരോഗ്യം ഇപ്പോൾ കടുവയ്ക്കില്ല എന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത്. വെറ്റിനറി ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം അന്തിമ തീരുമാനമെടുക്കും. അരുൺ പൂപ്പറമ്പ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, വിവരങ്ങൾ. അറിയിച്ച് നേരത്തെ തന്നെ നാട്ടുകാരും അതോടൊപ്പം തന്നെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ചില ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു. ഇതിനെ വനത്തിലേക്ക് ഇറക്കി വിട്ടാൽ വീണ്ടും ഈ ജനവാസ മേഖലയിലേക്ക് വരും എന്നുൾപ്പെടെയുള്ള ആശങ്കകൾ പ്രകടിപ്പിച്ചിരുന്നു. അതിനുശേഷം ആ ഘട്ടത്തിലും DFO പറഞ്ഞത് വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അതിലൊരു അന്തിമ തീരുമാനം എടുക്കൂ എന്നതാണ്. പ്രത്യക്ഷത്തിൽ ഈ കടുവക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല, ഹെൽത്തി ആയിരുന്നു എന്നതായിരുന്നു DFO അവിടുന്ന് ആ സംഭവ സ്ഥലത്ത് വെച്ച് പറഞ്ഞത്. പിന്നീട് നടത്തിയ ഡോക്ടേഴ്സിന്റെ പരിശോധനയിൽ പൂർണ്ണ ആരോഗ്യവാനല്ല എന്ന ഒരു നിഗമനത്തിലേക്കാണ് എത്തുന്നത്. അത് മുകളിലെ ഉളിപ്പല്ല് ഈ കടുവക്കില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ കണ്ടെത്തലുള്ളത്. അതുകൊണ്ട് തന്നെ ഉടൻ വനത്തിലേക്ക് ഇറക്കിവിടാൻ സാധിക്കില്ല എന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ വനം വകുപ്പിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അതിൽ ഈ ഡോക്ടേഴ്സിന്റെ പരിശോധനയ്ക്ക് ശേഷം അന്തിമ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഇനി തുടർ നടപടി എന്തായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകൂ. ഒരുപക്ഷെ ഇതിനെ ഉൾവനത്തിലേക്ക് കയറ്റിവിടാതെ മൃഗശാലയിലേക്ക് ഉൾപ്പെടെ മാറ്റേണ്ട തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ എത്താൻ സാധ്യതയുണ്ട് എന്ന സൂചനകളാണ് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. എന്തായാലും ഉടൻ വനത്തിലേക്ക് തുറന്നു വിടില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് വനം വകുപ്പ് എന്തായാലും ഈ ഘട്ടത്തിലുള്ളത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് നേരെ വീണ്ടും കരിങ്കൊടി പ്രതിഷേധം. പാലക്കാട് കഞ്ചിക്കോട് വെച്ചാണ് SFI പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. കഞ്ചിക്കോട്ടെ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണർ എത്തിയപ്പോഴായിരുന്നു പ്രതിഷേധം. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പാലക്കാട് നിന്ന്. നിഖിൽ, പ്രതിഷേധം എങ്ങനെയായിരുന്നു? പ്രതിഷേധത്തോടുള്ള ഗവർണറുടെ സമീപനം എന്തായിരുന്നു? ശ്രീജിത്ത്, അല്പസമയം മുൻപ് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പാലക്കാട്ടേക്ക് എത്തിയിരുന്നത്. കോയമ്പത്തൂർ വിമാനത്താവളം വഴി അദ്ദേഹം ഈ കഞ്ചിക്കോട്ടേക്ക് എത്തുകയായിരുന്നു. അദ്ദേഹം ഇങ്ങോട്ട് വരുന്നതിനിടെ കഞ്ചിക്കോട് വെച്ചാണ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത്. SFI ജില്ലാ പ്രസിഡന്റ് അരുൺ ദേവിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഈ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം കടന്നു വരുന്നതിന് മുന്നിലേക്ക് ഈ പ്രവർത്തകരുടെ സംഘം പാഞ്ഞെടുക്കുകയായിരുന്നു. പോലീസിന്റെ വലിയ സാന്നിധ്യം തന്നെ മേഖലയിൽ ഉണ്ടായിരുന്നു. പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. സമരക്കാരുടെ കൈവീശി കാണിച്ചായിരുന്നു ഗവർണറുടെ പ്രതികരണം. അദ്ദേഹം ഇനി തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. പാലക്കാട് നിന്ന് മടങ്ങുമ്പോഴും അദ്ദേഹത്തിന് നേരെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് പ്രവർത്തകർ പറയുന്നത്. ശരി, നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. PSLVയുടെ എക്സ്പോസാറ്റിലെ രണ്ടാമത്തെ പേലോഡായ പൊളിക്സും നിരീക്ഷണം തുടങ്ങിയെന്ന ISRO. എക്സ്പെക്ട് പേലോഡിൽ നിന്നുള്ള വിവരങ്ങൾ നേരത്തെ ലഭിച്ചിരുന്നു. എക്സ്റേ സ്രോതസ്സുകളെക്കുറിച്ചുള്ള പഠനമാണ് എക്സ്പോസാറ്റിന്റെ ലക്ഷ്യം. വിവരങ്ങളുമായി മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. മനേഷ്, വിവരങ്ങൾ എന്താണ്? റീജിത്ത്, ജനുവരി 1 തീയതിയാണ് എക്സ്പോസാറ്റ് വിക്ഷേപിക്കുന്നത്. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ എക്സ്പോസാറ്റിലെ പേലോഡായിട്ടുള്ള എക്സ്പെക്റ്റിൽ നിന്നുള്ള വിവരങ്ങൾ, അതായത് സമോഗർത്തങ്ങളെക്കുറിച്ചും എക്സ്റേസിനെ കുറിച്ചുമൊക്കെയുള്ള ന്യൂട്രോൺ നക്ഷത്രങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള പഠനമാണ് എക്സ്പോസാറ്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ തന്നെ എക്സ്പെക്റ്റിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിനിപ്പോൾ രണ്ടാമത്തെ ഘട്ടമായി രണ്ടാമത്തെ പേലോഡായിട്ടുള്ള പൊളിക്സിൽ നിന്നും പൊളിക്സ് നിരീക്ഷണം തുടങ്ങി എന്നുള്ളതാണ്
ISRO അറിയിക്കുന്നത്. മാത്രമല്ല ഈ നിരീക്ഷണം ആരംഭിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചില ഗ്രാഫുകളും ISRO പുറത്തു വിട്ടിട്ടുണ്ട്. എന്തായാലും എക്സ്പോസാറ്റിന്റെ വിക്ഷേപണം നേരത്തെ തന്നെ വിജയകരമായി പൂർത്തീകരിച്ചിരുന്നു. കൃത്യമായ ഓർബിറ്റിൽ തന്നെ അത് എത്തിക്കാനും സാധിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ തമോഗർത്തങ്ങളിൽ നിന്നുള്ള എക്സ്റേ വികിരണങ്ങൾ സംബന്ധിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ 2 പേലോഡുകളും ആദ്യത്തെ പേലോഡിൽ നിന്ന് വന്നിരുന്നു, രണ്ടാമത്തെ പേലോഡും ഇപ്പോൾ നിരീക്ഷണം ആരംഭിച്ചതിൽ നിന്ന് വിവരങ്ങൾ ലഭിച്ചു തുടങ്ങി എന്നുള്ളതാണ് ISRO അറിയിക്കുന്നത്. ശരി, മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഈ റിപ്പോർട്ടോടുകൂടി ഇന്ന് സംഭവിച്ചതിന്റെ സമയം പൂർത്തിയാവുകയാണ്.